മാംഗല്യം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവന്തികയുടെ അമ്മാവനായ ഹരിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന നന്ദനെ അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി കണ്ടെത്തുവാണ്. അങ്ങനെ ആ റൂം തുറന്ന് നന്ദനെയും കൂട്ടി അവർ പുറത്ത് കിടക്കുവാണ് കേട്ടോ. ഈ സമയം വീട്ടിലേക്ക് തിരിച്ചു വന്ന ഹരി അകത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും തൻ്റെ മുറ്റത്ത് ഒരു കാറിൻ്റെ ഒച്ച കേൾക്കുന്നത്. അങ്ങനെ ഒച്ച കേട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അവർ നന്ദനെയും കൂട്ടി കാറിൽ പോയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ നന്ദൻ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം ഹരി തിരിച്ചറിയുവാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവിടെ അർച്ചനയുടെ അമ്മയും അച്ഛനും സന്ദീപിനെ മാധുരിയൊക്കെ കണ്ട് യാത്രയാകാൻ നിൽക്കുമായിരിക്കും. ഈ സമയത്ത് അവന്തികയും അനഘയും അങ്ങോട്ടേക്ക് വന്ന് അവരെ അധിക്ഷേപിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അർച്ചനയുടെ അമ്മ സന്ദീപിനോടും ആതിരയോടും പറയണേ, മക്കളെ നിങ്ങൾക്ക് ഞങ്ങളെ കാണണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി. അവിടെ നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഹൃദയം തകർക്കുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ അവിടെ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഈ സംസാരമൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന സേതുമാധവൻ അവന്തികയോട് പൊട്ടിത്തെറിക്കണേ, അവന്തികയെ നിനക്ക് ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഇവിടുത്തെ മറ്റു മരുമക്കളായ അർച്ചനക്കും ആതിരക്കും ഉണ്ട്. അവരുടെ വീട്ടുകാർ ഇവിടെ വരുമ്പോൾ അധിക്ഷേപിച്ച് പറഞ്ഞേക്കാൻ നിനക്ക് ഒരവകാശവും ഇല്ല അവന്തികയെ. നിന്നിൽ നിന്നും ഇത്തരൊരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ നെല്ലിശ്ശേരി കുടുംബത്തിലെ ബിസിനസ് സ്ഥാപനങ്ങളിലും എല്ലാത്തിലും തുല്യ അവകാശം അർച്ചനക്കും അതുപോലെ ആതിരക്കും ഉണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർ വരുമ്പോൾ ഇനി ഇതുപോലുള്ള പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ സേതുമാധവൻ പറയുന്നത് കേട്ട് കലതുള്ളി നിൽക്കുവാണ് അവന്തികയും അനഘയൊക്കെ. ഇതേ സമയം അർച്ചന നന്ദനെയും കുട്ടി നെല്ലിശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നന്ദൻ അർച്ചനയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എനിക്കിനി അവന്തികയുടെ കയ്യിൽ നിന്ന് ഒരു മോചനമില്ലെന്ന് കരുതിയിരുന്നതാ. അർച്ചന മോളെ, നീയാ എന്നെ രക്ഷിച്ചത്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അന്നേരം അർച്ചന പറയണേ, നന്ദിയൊന്നും വേണ്ട നന്ദേട്ട. നന്ദേട്ടൻ തിരികെ വരുന്നതും കാത്ത് അവിടെ അച്ഛനുണ്ട്. നന്ദേട്ടൻ്റെ 2 അനിയന്മാരും അനിയത്തിയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നന്ദേട്ടനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും. അവന്തികേട്ടത്തിയുടെ ചതി ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാ. എന്നാലും നന്ദേട്ടനെ ഒളിപ്പിച്ചു വെച്ചത് അവന്തികേട്ടത്തിയാണെന്ന് ഈ അടുത്തിടെ അറിഞ്ഞത്. നന്ദേട്ടൻ തീട്ടിಗೆ എത്തണം. അച്ഛന് നന്ദേട്ടനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും. അവന്തികേട്ടത്തിയുടെ എല്ലാ കള്ളക്കളികളും നന്ദേട്ടൻ പൊളിച്ചെടുക്കണം. അന്നേരം നന്ദൻ പറയണേ, അതുതന്നെയാ എൻ്റെ തീരുമാനം. എൻ്റെ കുടുംബം നശിപ്പിക്കാനാ അവളവിടെ വന്നു കയറിയത്. ഇനി എന്താണെങ്കിലും അവളുടെ ഒരു കള്ളക്കളി നടക്കാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് തുറന്നു പറയുക തന്നെ ചെയ്യും. അങ്ങനെ അർച്ചന നന്ദനെയും കുട്ടി നെല്ലിശ്ശേരിയിലെത്തുവാണ്. നന്ദനെ എന്നിട്ട് സേതുമാധവന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. നന്ദനെ കാണുന്നതും ഞെട്ടിവിറച്ച് പോകുവാണ് നെല്ലിശ്ശേരി മൊത്തം. അവന്തികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്